ആകാശിൻ്റെ മാതാപിതാക്കൾക്കും ഇതിന് ആകാശിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ഈ ഒരു രീതിയിൽ എനിക്ക് ഈ സംസാരിക്കാൻ ഇടം തന്നതിൽ വളരെ നന്ദിയുണ്ട്. എനിക്ക് ആകാശിനെ അറിയില്ല. ഇവിടുത്തെ ആകാശിൻ്റെ മാതാപിതാക്കളെയും പിതാവിനെയും ഇപ്പോൾ അടുത്താണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ആകാശിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ കേട്ടത് മനസ്സിലാക്കാം. ഒരു ആക്റ്റീവായിട്ട് ഒരു സയൻസ് ഫീൽഡിൽ, സയൻസ് ആൻഡ് ടെക്നോളജി ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ ഇപ്പം എനിക്ക് ഈ ഒരു വൈ സയൻസ് എന്നുള്ള സംഭവം എന്നൊരു പ്രഭാഷണം അവതരിപ്പിക്കുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഞാനിപ്പം ഡോക്ടർ രാജാ ഹരിപ്രസാദിൻ്റെ പ്രഭാഷണം കേട്ട സമയത്ത് അവർ പറഞ്ഞിരിക്കുന്നതിൻ്റെ, ഞാൻ പറയാൻ പോകുന്ന പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ പിന്നെയും അത് കുറച്ച് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും, കുറച്ച് റിപ്പീറ്റേഷൻ ഉണ്ടാവും. ഞാനൊരു സ്ലൈഡ് പ്രൊജക്റ്റ് ചെയ്യാൻ വിചാരിച്ചിരുന്നു. അത് കാരണം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, അതിന് മുകളിൽ കാര്യമായിട്ടൊന്നും കാണിക്കാനൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്ന സാധനങ്ങൾ ചിലത് മനസ്സിൽ ശരിക്കും അവിടെ ഒരു എഴുതി കാണിച്ചാൽ പറയുമെന്ന് വിചാരിച്ചിട്ട് മാറ്റാൻ കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലം ഉള്ളതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങുന്നത് ഫസ്റ്റ് ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ നമ്മളുടെ ക്വസ്റ്റ്യൻ, അതായത് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വൈ സയൻസ് എന്നാണ്. അത് എന്തുകൊണ്ടാണ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തായിരുന്നത് വെച്ചാൽ, സയൻസിനെ ശാസ്ത്രം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ പല ശാസ്ത്രങ്ങളും പറയാറുണ്ട്, ജ്യോതിഷശാസ്ത്രം അടക്കം. അപ്പം അതിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ ശാസ്ത്രം എന്ന് പറയാതിരിക്കുന്നത്. അപ്പോൾ സയൻസ് നമുക്ക് എന്താണ് സയൻസ് എന്ന് ആദ്യം ചോദിച്ചിട്ട് വാട്ട് ഈസ് സയൻസ് എന്ന് ചോദിച്ചിട്ട് നമുക്ക് പിന്നെ വൈ സയൻസ് എന്ന് ചോദിക്കാം. സോ വാട്ട് ഈസ് സയൻസ് അല്ലേ, നമ്മളിപ്പോൾ അത് പലരോടും ചോദിച്ചാലും അവർക്ക് എല്ലാവർക്കും ഒരു ആൻസർ ഉണ്ടാവും തന്നെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാര്യത്തിൽ അല്ലേ. കാരണം നമ്മളെല്ലാം ഒരു വിധത്തിലല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ടെക്നോളജിയും സയൻസുമായിട്ട് കണക്റ്റഡ് ആണ്. നമുക്ക് ഒരു ടെക്നോളജിയോ സയൻസോ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലേ. എന്നാലും ഈ ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കണമെന്ന് എനിക്ക് തോന്നിയത്, കാരണം ഞാൻ പലരോടും സംസാരിക്കുന്ന സമയത്ത് എസ്പെഷ്യലി പീപ്പിൾ ഹു ആർ നോട്ട് ഇൻ സയൻസ് അല്ലേ, നോട്ട് ഇൻ സയൻസ് മീൻസ് നോട്ട് ആക്റ്റീവ്ലി വർക്കിംഗ് ഇൻ സയൻസ്, അവരോടൊക്കെ ചോദിക്കുന്ന സമയത്ത് പലരും പറയും അങ്ങനെ ഈ ഒരു വിഷയത്തിന് കാര്യമേ ഇല്ല. കാരണം എല്ലാ മാതാപിതാക്കളും പിള്ളേരുടെ വഴിയാണ് സയൻസ് എടുക്കൂ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇതിനൊരു ഈ സയൻസിനെ നമ്മൾ ഒരു പോപ്പുലറൈസ് ചെയ്യേണ്ട ഒരു കാര്യമേ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു സയൻസ് അവർ വിചാരിക്കുന്നതും ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. അതാണ് എനിക്കിവിടെ അവതരിപ്പിക്കേണ്ട കാര്യം. ദാറ്റ് ഈസ് വാട്ട് ഈസ് സയൻസ്. ഞാനത് ഫസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പേ ഒരു കോട്ട്, അതായത് ഫ്രം ഗലീലിയോ. ഐ ബിലീവ് ഗലീലിയോ ഈസ് എ ഫാദർ ഓഫ് മോഡേൺ സയൻസ്. അപ്പം ആ സെൻസിൽ ഗലീലിയോ കോട്ട്, ഇൻ സയൻസ് the opinions of 1,000 are not worth as much as one tiny part of reason of an individual. അതാണ് നമ്മൾ സയൻസിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് കാണുന്നത്. ഒപ്പീനിയൻ ഓഫ് 1,000 people are not as worth as, does not have the worth as അല്ലേ. അതായത് ഒരു 1000 ആൾക്കാരുടെ അഭിപ്രായത്തിന് ഒരു ആളുടെ റീസണിങ്ങിനോടുള്ള കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ചെറിയ റീസണിങ്, ഒരു സ്മോൾ റീസണിങ്. അപ്പോൾ സയൻസ് എന്ന് പറയുന്നത് എപ്പോഴും എംഫസൈസ് കൊടുത്തിരിക്കുന്നത് റീസണിങ്ങിലാണ്. അപ്പം അതാണ് പ്രധാന കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ ഈ സയൻസ് എടുക്കണം, സയൻസ് പഠിക്കണം എന്നൊക്കെ പറയുമ്പം ഇപ്പം ഡോക്ടർ രാജാ ഹരിപ്രസാദ് പറഞ്ഞ മാതിരി ഈ ഒരു കാര്യം തന്നെ നമ്മൾ മറന്നു പോവുകയാണ് അല്ലേ. അതായത് നമ്മളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കാര്യം പെർസ്യൂട്ട് ഓഫ് ഒബ്ജക്റ്റീവ് ഇൻഫർമേഷൻ. അതാണ് നമ്മൾ സയൻസ് ആയിട്ട് കണക്കാക്കുന്നത് അല്ലേ. ബട്ട് സയൻസ് ഈസ് നോട്ട് പെർസ്യൂട്ട് ഓഫ് ഒബ്ജക്റ്റീവ് ഇൻഫർമേഷൻ. അതൊരു അതിൻ്റെ ഭാഗമാണ്.
ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, അതായത് ഒബ്ജക്റ്റീവ് ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ളത് സയൻസിൻ്റെ ഒരു ഭാഗമാണ്. ബട്ട് സയൻസ് ഈസ് നോട്ട് ദാറ്റ്. അത് നമ്മൾ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ മാതിരി. നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ സയൻസ് പഠിപ്പിക്കുമ്പോഴും ഹിസ്റ്ററി ഓഫ് സയൻസ് ഈസ് നോട്ട് ടോട്ട്. നമ്മൾ സയൻസ് അതിൻ്റെ ഹിസ്റ്ററിയിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ ചില ഈ തോട്ട് പ്രോസസ്സിൻ്റെ എവല്യൂഷൻ അതെങ്ങനെയാണ് വന്നിരിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. ദാറ്റ്സ് നോട്ട് ടോട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഇൻഫർമേഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, ഒരുപാട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. അതാണ് നമ്മളുടെ സയൻസ് എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സയൻസ് ഈസ് എ ക്രിയേറ്റീവ് ഹ്യൂമൻ ആക്ടിവിറ്റി, വെരി ഹ്യൂമൻ ആക്ടിവിറ്റി. ഇന്നത്തെ ഹിന്ദുവിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, അതായത് ഈ ലോകത്തിനെ രക്ഷിക്കണമെങ്കിൽ only people who are possible to do that is human. No artificial intelligence will do it. So human activity, science is a very creative human activity. It is a creative activity. സോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഈ സയൻസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും പ്രത്യേകമായി മനസ്സിലാക്കണം. അതായത് ഇത് ഇൻഫർമേഷൻ കറക്റ്റ് ചെയ്യുന്നതല്ല സയൻസ്. ഈവൻ ദോ നമ്മൾ പഠിപ്പിക്കുമ്പോൾ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്. അത് ഞാൻ എപ്പോഴും വിചാരിക്കും, അത് ന്യൂട്ടൺസ് ലോസ് പഠിപ്പിക്കുന്നതിന് പകരം ഗലീലിയോയുടെ ഇൻക്ലൈൻ പ്ലെയിൻ എക്സ്പെരിമെൻ്റ് കാണിച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ന്യൂട്ടൺസ് ലോയിൽ എത്തിയത് എന്ന് പഠിപ്പിച്ചു കൊടുത്താൽ നമ്മളുടെ കുട്ടികൾക്കെല്ലാം സയൻറ്റിഫിക് തോട്ടിനെ പറ്റിയിട്ട് കൂടുതൽ അറിവുണ്ടാവും. പക്ഷേ അതങ്ങനെയല്ല നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ഐ എം ഓൾസോ പാർട്ട് ഓഫ് ഇറ്റ്, സോ ഐ എം സോറി. പക്ഷേ നമുക്ക് എല്ലാവർക്കും തന്നെ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സയൻസ് ഈസ് എ ക്രിയേറ്റീവ് ഹ്യൂമൻ ആക്ടിവിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഇറ്റ്സ് ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻ. വേറെ കാര്യങ്ങളുണ്ട്, ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. സയൻസ് നമ്മൾ എന്താണ് സയൻസ് എന്നുള്ളത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വൈ സയൻസ് അല്ല, സയൻസ് എന്താണെന്നുള്ളതാണ്. അതായത് സയൻസ് ഇസ് എ സെൽഫ് കറക്റ്റിംഗ് പ്രോസസ്സ് അല്ലേ. ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. വളരെ വ്യത്യാസമുണ്ട്. നമ്മൾ ബാക്കിയുള്ള നമ്മുടെ എല്ലാ ചിന്താഗതിയും വ്യത്യാസമുള്ള ഒരു കാര്യമാണ് സയൻസിലുള്ളത്. ഇറ്റ്സ് എ സെൽഫ് കറക്റ്റിംഗ് പ്രോസസ്സ് അല്ലേ. അതായത് ഞാനിത് ഇവിടെ എഴുതി കാണിക്കേണ്ടിരുന്നത്, പക്ഷെ പറയാൻ പറ്റില്ല, അതുകൊണ്ട് വായിക്കാം ഞാൻ. നമുക്കൊരു പുതിയ ഐഡിയ വന്നാൽ സയൻസിൽ അല്ലേ, പല ആൾക്കാരും പറയാറുണ്ട്. ഇപ്പോൾ പല ആൾക്കാരും വന്നുകൊണ്ടിരിക്കും ഇങ്ങനെ. ഇപ്പോൾ എനിക്കും ഒരുപാട് കത്തുകൾ കിട്ടാറുണ്ട് പറഞ്ഞിട്ട് ഐ ഹാവ് പ്രൂവ്ഡ് ഐൻസ്റ്റൈൻ റോങ്. ഇത് സാധാരണ ഒരുപാട് പേര് എഴുതുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്താ സയൻസിൽ എന്താ ഒരു പുതിയ ഐഡിയ ഉണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ് ഹാസ് ടു ഗോ ത്രൂ എ പ്രോസസ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യാം. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം റിഗറസ് സ്റ്റാൻഡേർഡ് ഉണ്ട് അതിന്. അതെ അല്ലേ, ഒരു സയൻസിന് ഐഡിയ വന്നു കഴിഞ്ഞാൽ അത് ഒരു ടെസ്റ്റബിൾ അല്ലേ, റീപ്രൊഡ്യൂസബിൾ, വെരിഫയബിൾ ആൻഡ് ഫാൾസിഫയബിൾ പ്രോസസ്സിൽ പിടിക്കണം. ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ അത് ടെസ്റ്റ് ചെയ്യാൻ, അത് നമുക്ക് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, അത് ശരിയാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അല്ലേ. അത് സയൻസിലാരും അത് ആക്സെപ്റ്റ് ചെയ്യില്ല. അത് നമ്മൾ പറയേണ്ടത് എന്താ വെച്ചാൽ അത് ടെസ്റ്റ് ചെയ്യുക. എങ്ങനെയാണ് എൻ്റെ ഐഡിയ ടെസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അത് റീപ്രൊഡ്യൂസിബിൾ ആണോ. ഞാനൊരു എക്സ്പെരിമെൻ്റ് കാണിച്ചു തന്നാൽ അത് വേറൊരാൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, വേറെ ആർക്ക് എവിടെ വെച്ചിട്ടുണ്ട്. അതായത് ടൈം ഇൻവേരിയൻറ്റ്, സ്പേസ് ഇൻവേരിയൻറ്റ്. അതായത് വേറൊരു ആൾക്കാർക്ക് ഞാനൊരു എക്സ്പെരിമെൻറ്റിൽ ഒരു കാര്യം കാണിച്ചു കൊടുത്താൽ അത് വേറൊരാൾക്ക് വേറൊരു രാജ്യത്തിരുന്ന് ഓക്കെ, വേറൊരു ലാബിലിരുന്ന് വേറൊരു ടൈമിൽ ചെയ്താലും അതേ റിസൾട്ട് തന്നെ വരണം. നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് കിഴക്കോട്ട് നോക്കിയിട്ട് ചെയ്താലേ എക്സ്പെരിമെൻറ്റിൽ വരുന്നു പറഞ്ഞാൽ സയൻസ് ആവില്ല. സയൻസ് ആവണമെങ്കിൽ ഒരു ടൈം ഇൻവേരിയൻറ്റ്, സ്പേസ് ഇൻവേരിയൻറ്റ്, അതുപോലെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കണം. അത് ടെസ്റ്റബിൾ ആയിരിക്കണം, റീപ്രൊഡ്യൂസിബിൾ ആയിരിക്കണം, എല്ലാവർക്കും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. പ്രോപ്പർ ട്രെയിനിങ് ഓക്കെ, ഞാൻ പറയുന്നത് എല്ലാവർക്കും പ്രോപ്പർ ട്രെയിനിങ് ഉള്ള ആൾക്കാർക്കെല്ലാം റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. ഈ ഒരു കുലത്തിലോ അല്ലെങ്കിൽ ഒരു ജാതിയിലോ ജനിക്കേണ്ട ആവശ്യമില്ലാതെ ചെയ്തിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ചെയ്യാം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ സയൻസ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇറ്റ്സ് ഫാൾസിഫയബിൾ. അതായത് ഞാനൊരു പറഞ്ഞു കൊടുത്തിട്ട് അത്
കാണിച്ചു തന്നാൽ അത് ഇത് ശരിയല്ല എന്ന് കാണിച്ചു തന്നാൽ അങ്ങനത്തെ ഒരു ഇതായിരിക്കണം. അതായത് ഇപ്പം എനിക്കൊരു തിയറി ഉണ്ടെങ്കിൽ ആ തിയറി ഞാനൊരു ടെസ്റ്റിംഗ് പറഞ്ഞു തരികയാണ്. ആ ടെസ്റ്റിംഗ് നടത്തിയിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ പറ്റണം. ഇറ്റ് ബി ഫാൾസിഫയബിൾ. അതാണ് സയൻസിലെ വ്യത്യാസം ബാക്കിയുള്ള. നൗ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഓക്കെ, ഇതിനേക്കാളും ഏറ്റവും കൂടുതലായി എൻ്റെ അഭിപ്രായത്തിൽ സയൻസിൻ്റെ ഒരു വലിയ കാര്യം, അതായത് നമ്മളിപ്പോൾ ഒരു ഈച്ച് ടൈം നമ്മൾ ഒരു പുതിയ കാര്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, ഒരു പുതിയ ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പഴയ കാര്യം തെറ്റാണെന്ന് നമ്മളെല്ലാം ആക്സെപ്റ്റ് ചെയ്യും. അത് സയൻസിലൊരു വലിയ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഐൻസ്റ്റൈൻ്റെ സ്പെഷ്യൽ റിലേറ്റിവിറ്റി വന്ന സമയത്ത് ഐൻസ്റ്റൈൻ അതിനെ എങ്ങനെ തെളിയിക്കാം എന്നുള്ള ഒരു എക്സ്പെരിമെന്റ് ടു ഡു അല്ലേ. ആ എക്സ്പെരിമെന്റ് നടത്തി ഒരു സോളാർ എക്ലിപ്സിന്റെ സമയത്ത് അല്ലേ, നമ്മൾ ഈ ലൈറ്റ് ബെൻഡിങ്, ലൈറ്റ് വിൽ ബെൻഡ് ബൈ സൺ, അത് കാണിച്ചു കൊടുത്തു. അത് ആരൊക്കെ ചെയ്തു, അത് കണ്ടു അല്ലേ. എഡിങ്ടൺ ടീം അത് നോക്കി, അത് കണ്ടുകൊണ്ട് ഐൻസ്റ്റൈൻ്റെ തിയറി ശരിയാണെന്ന് പറഞ്ഞു. ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് അതിൻ്റെ അകത്ത്? അതായത് നമ്മളൊരു പാരഡൈം ചേഞ്ചാണ് അല്ലേ. നമ്മളിപ്പം ബാക്കിയുള്ളത് മുമ്പുള്ളതൊക്കെ അതെല്ലാം ബാക്കിയെല്ലാം പറഞ്ഞാൽ നമ്മളിപ്പോൾ ന്യൂട്ടൺസ് തിയറി, ഓക്കെ, ഈവൻ ദോ ഇറ്റ്സ് അപ്ലിക്കബിൾ സ്റ്റിൽ ടു സർട്ടൻ തിങ്സ്, ഓക്കെ, അതിന് നമ്മൾ പറയുന്നത് അതെല്ലാം കംപ്ലീറ്റ് അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഓരോ സമയത്തും നമ്മൾ ഒരു കാര്യം, നമ്മൾ ഇതുവരെ വിശ്വസിച്ചിരുന്ന കാര്യം, അതുവരെ ശരിയാണെന്ന് വിചാരിച്ചിരുന്ന കാര്യം തെറ്റാണെന്ന് ഒരു എക്സ്പെരിമെന്റോ ഒരു തിയറിയോ കാണിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ മറ്റേത് തെറ്റായിരുന്നു. അത് ന്യൂട്ടൺ പറഞ്ഞതുകൊണ്ടോ ഗലീലിയോ പറഞ്ഞതുകൊണ്ടോ ശരിയാണെന്ന് ആരും പറയില്ല. എനി സ്മോൾ ബോയ് ക്യാൻ ഡു എൻ എക്സ്പെരിമെന്റ് അല്ലേ, അല്ലെങ്കിൽ ഒരു ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം, ഒരാളെ തെറ്റാണെന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ സയൻസ്. അപ്പോൾ നമ്മൾ പറയുന്നത് സയൻസിൻ്റെ കാര്യമായിട്ട് പറയുന്നത് ആര് പറഞ്ഞുവെന്നോ, എവിടെ വെച്ച് പറഞ്ഞുവെന്നോ, ഏത് സമയത്ത് പറഞ്ഞുവെന്നോ അല്ലെ, ആരെങ്ങനെ ചെയ്തു, എങ്ങനെ അത് ചെയ്യണമെന്ന് പറഞ്ഞോ അതേമാതിരി എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, എനിക്കത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ആക്സെപ്റ്റഡ് അല്ലെങ്കിൽ ആക്സെപ്റ്റഡ് അല്ല. ഈ ഒരു വ്യത്യാസം സയൻസിന് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാത്തു നിൽക്കേണ്ട ഒരു കാര്യം, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ സയൻസ് പഠിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ അതിൻ്റെ പഠിച്ചിരിക്കേണ്ടത്. വാട്ട് ഈസ് എ സയൻസ് മെത്തേഡ് ഓഫ് തിങ്കിങ് അല്ലേ. ഓക്കെ, സോ ഇത് കഴിഞ്ഞ് സയൻസ്, നമ്മളിപ്പോൾ സയൻസിനെ കുറച്ചും കൂടി ജനറലായിട്ട് കാണാം. സയൻസ് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന സയൻസ് എല്ലാം നമ്മൾ സയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതെന്താണ് നാച്ചുറൽ സയൻസ് അല്ലേ, അതാണ് നമ്മളുടെ മനസ്സിൽ എപ്പോഴും വരുന്നത്. ബട്ട് സയൻസ് ഇസ് ലിറ്റിൽ ബിറ്റ് മോർ ജനറൽ ദാൻ ദാറ്റ്. അപ്പോൾ ഒരു കോട്ട് ഞാൻ പറയാം. D.D. കോസാംബി എന്ന് പറഞ്ഞിട്ട് ഒരു ഫേമസ് മാത്തമാറ്റീഷ്യൻ, ഇറ്റ്സ് എ പോളിമാത്ത്, മാത്തമാറ്റീഷ്യൻ, സയൻറ്റിസ്റ്റ് ആൻഡ് വേരിയസ് പല കാര്യങ്ങൾ ചെയ്തൊരു ഒരു D.D. കോസാംബി എന്ന് പറഞ്ഞൊരു ചിന്തകൻ ഉണ്ടായിരുന്നു. ആ D.D. കോസാംബിയുടെ ഒരു ഡെഫിനിഷൻ ഉണ്ട് സയൻസ്. അത് ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഏറ്റവും കൺസൈസ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. സയൻസ് ഈസ് എ കൊഗ്നിഷൻ ഓഫ് നെസസിറ്റി. സോ അത് ചിന്തിച്ചു നോക്കുക. സയൻസ് ഈസ് എ കൊഗ്നിഷൻ ഓഫ് നെസസിറ്റി. നമ്മളുടെ ആ ഉൾക്കൊള്ളൽ, അല്ലെ, നമ്മളുടെ ആ യാഥാർത്ഥ്യത്തിൻ്റെ ഉൾക്കൊള്ളൽ, അതാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്. സയൻസ് ഇവോൾവ്സ് ബൈ ദാറ്റ്. നമ്മൾ നാച്ചുറൽ സയൻസ് നോക്കിയാലും അത് ആ നെസസിറ്റിയുടെ അതാണ് ഡ്രൈവ് ചെയ്തിരിക്കുന്നത് ഈ സയൻസിന്. സയൻസ് ഈസ് ദാറ്റ്. ഒരു വ്യത്യാസം നാച്ചുറൽ സയൻസസും സോഷ്യൽ സയൻസസും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ യാഥാർത്ഥ്യം, ആ നെസസിറ്റി നമ്മളൊരു പ്രോസസ്സിനെ കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതായത് ഹ്യൂമൻ ആക്ടിവിറ്റി ഈസ് നോട്ട് ചേഞ്ചിങ് ദാറ്റ്. നാച്ചുറൽ പ്രോസസ്സ്, നാച്ചുറൽ സയൻസ്, ഹ്യൂമൻ ആക്ടിവിറ്റി ആ യാഥാർത്ഥ്യത്തിനെ ചേഞ്ച് ചെയ്യുന്നില്ല.
നമ്മളതിനെ മനസ്സിലാക്കുന്നു. പക്ഷേ സോഷ്യൽ സയൻസിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം വെച്ചാൽ നമ്മൾ അത് മനസ്സിലാക്കാൻ പ്രവർത്തിക്കുന്ന ആൾക്കാർ തന്നെ ആ യാഥാർത്ഥ്യത്തെ ചേഞ്ച് ചെയ്യാം. സോ ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ സോഷ്യൽ തിങ്. അപ്പോൾ സോഷ്യൽ സയൻസ് ലിറ്റിൽ ബിറ്റ് മോർ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ രണ്ടിനും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുള്ളത് ഇതാണ്. അതായത് ആ യാഥാർത്ഥ്യത്തിൻ്റെ ഉൾക്കൊള്ളൽ, അതാണ് നമ്മൾ പറയുന്നത് കൊഗ്നീഷൻ ഓഫ് നെസസിറ്റി. അങ്ങനെ നമ്മളിപ്പോൾ ഈ റിയാലിറ്റി എന്ന് പറയുന്ന സാധനത്തിൽ റിയാലിറ്റി നമ്മൾ ബോത്ത് നാച്ചുറൽ ആൻഡ് സോഷ്യൽ കമ്പൈൻ ചെയ്തിട്ട് സയൻസിനെ, നാച്ചുറൽ സയൻസസ് ആൻഡ് സോഷ്യൽ സയൻസസ് കമ്പൈൻ ചെയ്ത് നമ്മൾ സയൻസിനെ നോക്കുമ്പോൾ സയൻസ് ഒരു സബ്ജക്റ്റ് അല്ലാതിരിക്കുക. സയൻസ് ഈസ് നോ ലോങ്ങർ എ സബ്ജക്റ്റ്, അല്ലേ? ഇറ്റ്സ് എ മെത്തേഡ്. നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്ന സ്കൂളിൽ തൊട്ട് നമ്മൾ സയൻസിനെ ഒരു സബ്ജക്റ്റായിട്ട് കാണുന്നു. ബട്ട് സയൻസ് ഈസ് എ മെത്തേഡ്. ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ഡൂയിങ് തിങ്സ്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുന്നില്ല, അത് പ്രൊപ്പഗേറ്റ് ചെയ്യണം. അതാണ് നമുക്ക് വേണ്ടത്, ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ ആൾക്കാരോടും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് സയൻസ് പോപ്പുലറൈസേഷൻ ഇസ് സ്റ്റിൽ നെസസറി. എന്തുകൊണ്ട്? നാനോ ടെക്നോളജിയെ മനസ്സിലാക്കാനോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനസ്സിലാക്കാനോ അല്ല. പ്രോസസ് ഓഫ് സയൻസ്, സയൻസ് തിങ്കിങ്, സയൻസ് പ്രോസസ്, അതെന്താണ് സയൻസ് എന്നുള്ളതും അതിനെപ്പറ്റി അത് എന്താണ് നമുക്ക് പഠിപ്പിച്ചിരുന്നുള്ളൂ അത് മനസ്സിലാക്കാനുള്ളത്. അതാണ് എൻ്റെ പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വൈ നമ്മൾ സയൻസ്, അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ സയൻസ് പഠിക്കണം, എന്തുകൊണ്ട് നമ്മൾ സയൻസ് പ്രൊപ്പഗേറ്റ് ചെയ്യണം? ബിക്കോസ് ദർ ഇസ് എ വേ ഓഫ് തിങ്കിങ് അബൌട്ട് ഇറ്റ്സ് എ വേ ഓഫ് തിങ്കിങ്, ഇറ്റ്സ് എ വേ ഓഫ് ഡൂയിങ് തിങ്സ്. It become a method for understanding and engaging with reality. Okay? That is science. Okay? So അതാണ് ഈ സയൻസിൻ്റെ ഈ ഡെഫിനിഷൻ വെച്ചിട്ട്, അതായത് ഇറ്റ്സ് എ മെത്തേഡ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എൻഗേജിങ് വിത്ത് റിയാലിറ്റി. In natural sciences that engagement doesn't change the reality, but in social sciences that engagement might change the reality. അത്രയും ആ വ്യത്യാസം മനസ്സിലാക്കിയിട്ട്, പക്ഷേ രണ്ടിനും കോമൺ ആയിട്ടുള്ള it is a method of engaging with reality and understanding reality എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്തുകൊണ്ട് സയൻസ് പഠിക്കണമെന്ന്, എന്തുകൊണ്ട് സയൻസ് വേണം എന്നുള്ളത് ചിന്തിക്കാം. ഇപ്പം നോക്കിയാൽ നമ്മളിപ്പം സയൻസ് ഏജൻസികളിലൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് സയൻസ് ഏജൻസികളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ഒരു മോട്ടോ നോക്കിയാൽ എന്തിനാണ് അവരുടെ എന്താണ് മോട്ടോ? നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ USA ഇപ്പം നോക്കിയാൽ അവർ പറയും what is the purpose of that foundation? To advance the national health, prosperity and welfare, to secure national defense. അത്രയും മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഇനി പോകാനില്ല അല്ലേ? So to advance national health, prosperity and welfare, to secure national defense. ഇതാണ് നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ USA മെയിൻ മോട്ടോ എഴുതിയിരിക്കുന്നത്. ജപ്പാൻ സയൻസ് ആൻഡ് ടെക്നോളജി ഏജൻസിയുടെ നോക്കിയാൽ കുറച്ചുകൂടി ബെറ്ററാണ്. ടു പ്രൊമോട്ട് ക്രിയേഷൻ ഓഫ് ഇൻ്റലക്ട്, ഷെയറിംഗ് ഓഫ് ഇൻ്റലക്ട് വിത്ത് സൊസൈറ്റി ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ എൻ ഇൻ്റഗ്രേറ്റഡ് മാനർ ആൻഡ് സപ്പോർട്ട്സ് ജനറേഷൻ ഓഫ് ഇന്നോവേഷൻ. അപ്പോൾ അവർ ജപ്പാൻ സൊസൈറ്റി പറയുന്നത് അത് ഇൻ്റലക്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫോറമായിട്ടാണ്. ആ ഷെയറിംഗ് ഓഫ് ദി ഇൻ്റലക്ട് വിത്ത് എ സൊസൈറ്റി, അതിനു വേണ്ടിയുള്ള എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കാനാണ് അവരുടെ ജാപ്പനീസ് സയൻസ് ആൻഡ് ടെക്നോളജി ഏജൻസി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നമ്മൾ തന്നെ നോക്കാം SERB, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് ബോർഡ്. അത് പറയുന്നത് ടു പൊസിഷൻ സയൻസ് ആൻഡ് ടെക്നോളജി ആസ് ദ ഫൾക്രം ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ചേഞ്ച് ബൈ സപ്പോർട്ടിംഗ് റെലവൻറ്റ് കോമ്പറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റി സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മൾ തിങ്കിങ് വലിയ കുഴപ്പമൊന്നുമില്ല. പറയുന്നത് ടു പൊസിഷൻ സയൻസ് ആൻഡ് ടെക്നോളജി ആസ് എ ഫൾക്രം ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ചേഞ്ച്. ഐ വുഡ് ലൈക്ക് ടു സ്റ്റോപ്പ് ഇറ്റ് ദെയർ, റൈറ്റ്? അതായിരിക്കണം നമ്മളുടെ മോട്ടോ. Okay, then now what is that social and economic change? Social and economic change we want. I'm not against science being used for economic change. I'm just saying it will be more than that. Science should serve technology, definitely. But science should be more than that. അതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത്
നമ്മളുടെ ഈ സയൻസ് എന്ന് പറയുന്നത് അത് സയൻറ്റിഫിക് നോളജ് ഡെഫിനറ്റ്ലി ഷുഡ് ഹെൽപ്പ് ഇംപ്രൂവ് അവർ ലിവിങ് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ മുരളി തുമ്മാരക്കുട്ടിയുടെ ഒരു ലേഖനം വായിച്ചു. അതിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറയുന്നത് ഒരു 100 വർഷം മുമ്പേ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അല്ലേ. 100 വർഷം മുമ്പ് എല്ലാവരും സുഖമായി ജീവിച്ചിരുന്നു. ഇപ്പം നമുക്ക് കോവിഡും അതും ഇതും എല്ലാം ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളാണ്. അന്ന് 100 വർഷം മുമ്പ് ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ രസകരമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് 100 വർഷം മുമ്പേ അയാൾ പറയും എനിക്കിത് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് 50 വയസ്സ് കഴിഞ്ഞു. ഐ ക്യാൻ ഓൾസോ സേ ദ സെയിം തിങ്. അതായത് 100 വർഷം മുമ്പ് ആൾക്കാർ 50 വയസ്സിന് മേലെ ജീവിച്ചിരുന്നില്ല അല്ലേ. അപ്പം വി ഹാവ് ഡൺ എ ലോട്ട് ഓഫ് തിങ്സ്. സയൻസ് ആൻഡ് ടെക്നോളജി ഹാസ് ഹെൽപ്ഡ് ഇംപ്രൂവ് നമ്മളുടെ ഒരുപാട് പണ്ട് വയലിൽ കൃഷി ചെയ്യണമെങ്കിൽ അത് നമ്മൾ മൃഗങ്ങളെയും മനുഷ്യന്മാരും ഒക്കെ ഒരേ മൃഗങ്ങളുമായി തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഒരുപാട് സഫറിങ് നമ്മൾ കുറച്ച് എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പല പല കാര്യങ്ങളും പറയാനുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി ഡൺ എ ലോട്ട് ഓഫ് തിങ്സ്. ഓക്കെ. ആൻഡ് അപ്പോൾ അത് അതിൻ്റെ ഒരു മെയിൻ പർപ്പസാണ് സയൻസിൻ്റെ. ഫോർ ദാറ്റ് ഓൾസോ വി നീഡ്. ഓക്കെ. that will give you economic wealth, that will give you economic progress, wealth will give all that is important. കാരണം പറഞ്ഞ മാതിരി അത് എപ്പോഴും ഗവൺമെൻറ്റിനൊക്കെ താല്പര്യമുള്ള കാര്യമാണ്, അത് ചെയ്യേണ്ട കാര്യം. വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ കൂടിയുണ്ട് ഇപ്പോൾ സയൻസിന് പ്രത്യേകിച്ചും. അതായത് നമ്മളെല്ലാം പഠിപ്പിക്കുക അല്ലേ. എന്ത് പഠിപ്പിക്കുക, എങ്ങനെയാണ് നമ്മൾക്ക് ഉള്ള നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിക്കേണ്ടത് in a sustainable way. That is also a very important function of science. None of this is to be neglected. Right? Improving human living standards, and then എങ്ങനെയാണ് നമ്മളുടെ നാച്ചുറൽ റിസോഴ്സസ് നമ്മൾ കൃത്യമായി നമ്മൾ ഒരു സസ്റ്റൈനബിൾ വേയിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഹൗ ടു യൂസ് ദ നാച്ചുറൽ റിസോഴ്സ്, ഹൗ ടു ന്യൂ പ്രോഡക്ട്സ്, ന്യൂ മെറ്റീരിയൽ, എവറിത്തിങ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഇതൊക്കെ പ്രിസർവ് ചെയ്തിട്ട് in an environmental friendly way and sustainable way, how we can do. So that is an important function of science. No question about that. Nobody is denying that. But more importantly, I feel, we must also understand, നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് സയൻസിൻ്റെ ഇമ്പോർട്ടൻസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് we must also say science, അതായത് സയൻറ്റിഫിക് തിങ്കിങ് അല്ലേ, ദാറ്റ് സയൻറ്റിഫിക് മെത്തേഡ്. ഞാൻ അത് മുമ്പേ പറഞ്ഞ മാതിരി ഈ കാര്യം സയൻറ്റിഫിക് മെത്തേഡ് ആൻഡ് സയൻറ്റിഫിക് തിങ്കിങ്, വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ദ ഓൺലി ഫിലോസഫിക്കൽ കൺസ്ട്രക്ട് ദാറ്റ് ദ ഹ്യൂമൻ റേസ് ഹസ് ഡെവലപ്ഡ് ടു ഡിറ്റർമിൻ വാട്ട് ഈസ് റിലയബിളി ട്രൂ. ഇത്രയും കൺസൈസ് ആയിട്ട് എനിക്ക് എഴുതാൻ പറ്റുള്ളൂ തന്നെ. അതായത് നമ്മളുടെ സയൻറ്റിഫിക് തോട്ടും സയൻറ്റിഫിക് മെത്തേഡും ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എൻഡില്ലാത്ത പ്രോസസ്സാണുള്ളത്. നമ്മൾ ഒരേ ഒരു ഫിലോസഫിക്കൽ തോട്ട് നമ്മൾ ഇതേ ഒരു ഉണ്ടാക്കിയിരിക്കുന്നതിൽ, ഈ ഹ്യൂമൻ റേസ് ഉണ്ടാക്കിയിരിക്കുന്നതിൽ ഓക്കെ, ഈ മെത്തേഡ്സ് മാത്രമേ ഉള്ളൂ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ടു സേ വാട്ട് ഈസ് റിലയബിളി ട്രൂ. ഞാൻ എല്ലാ പിള്ളേരോടും പറയാറുണ്ട്, സയൻസ് ഇത് തെറ്റ് അത് ശരി എന്ന് പഠിപ്പിക്കുന്നില്ല. സയൻസ് പഠിപ്പിക്കുന്നത് ഹൗ യു ക്യാൻ അനലൈസ് വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്. ഹൗ യു ക്യാൻ അനലൈസ്. ഐ എം നോട്ട് ഗോയിങ് ടു ടെൽ യു. So that is the important thing. So that scientific method and that scientific thinking to establish something is true. So that is an important thing, and that is what we should propagate. That is what we should teach. And we have nothing else like that. Okay? Or in my words, that is what we call science. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശാസ്ത്രം എന്ന് പറയാൻ പറ്റില്ല. There is nothing called Western science and Indian science, and there is nothing like that. It's only science, because it is a way of thinking, it's a method, it's a thinking process. Okay. So there is another important thing which is actually also relevant to for us today. It's not only just in science, it's just in our way of life itself, that science teaches people to accept reality
with wonder and admiration. It teaches people to accept reality with wonder and admiration. Okay? ഒരാൾ നമുക്ക് ഒരു കാര്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരുമ്പോൾ, നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ, ഒരു പ്രോസസ്സ് മനസ്സിലാക്കി തരുമ്പോൾ, there is a happiness we get. I understand that now. Now I know how this works. ആലോചിച്ച് നോക്കുക അല്ലേ, ഗലീലിയോയുടെ ആ സന്തോഷം ഉണ്ടായിരിക്കുന്നത്. അപ്പം ആ ഗ്രഹങ്ങൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് കണ്ടത് അല്ലേ. അയാൾ പറഞ്ഞു കൊടുത്ത സമയത്ത് അയാൾ പറഞ്ഞു കൊടുത്തത് പറഞ്ഞ സമയത്ത് മനസ്സിലാക്കിയവരുടെ സന്തോഷം, ദാറ്റ് അഡ്മിറേഷൻ, ദാറ്റ് വണ്ടർ, ഓ ദിസ് ഇസ് നൗ ഐ അണ്ടർസ്റ്റാൻഡ് ഹൗ ദിസ് ഇസ്. ഓക്കെ, സോ സയൻസ് ടീച്ചേഴ്സ് പീപ്പിൾ ടു ഡു ദാറ്റ്. Why I am saying this is we are not ashamed of failure. We are not ashamed of something we did not know. അല്ലേ, നമുക്ക് ആ ഒരു നമ്മളുടെ ആ ഷെയിം പോയി. നമുക്ക് എനിക്കിത് അറിയില്ലായിരുന്നു എന്നല്ല നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ആ ഒരു സന്തോഷമാണ്, ഇത് ഇങ്ങനെയാണല്ലേ എന്നുള്ളതാണ് നമ്മളുടെ. ഇതെനിക്ക് അറിയില്ലായിരുന്നല്ലോ, എന്തൊരു ഷെയിം, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് സയൻസ് ടീച്ചിങ് ഈസ്. കാരണം നോബഡി നോസ് എവറിത്തിങ്. അപ്പോൾ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് it gives you a happiness, it gives you an admiration of nature. അത് നമ്മൾ സയൻറ്റിഫിക് ട്രെയിനിങ്ങിൽ നിന്ന് വരുന്നതാണ്. അതേ സമയത്ത് തന്നെ നമുക്ക് പേടിയുമില്ല പറയാൻ. നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞ് ഒരു തിയറി പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മോഡൽ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത്, ഐ എം നോ ലോങ്ങർ എഫ്രൈഡ്, ബിക്കോസ് ഇഫ് ഐ എം റോങ് ഇറ്റ്സ് ഓക്കെ, ബിക്കോസ് സയൻസ് ആക്സെപ്റ്റ്സ് ദാറ്റ്. A lot of science, 90% of the papers written would be wrong. But science progresses like that. അപ്പോൾ ഞാനൊരു പേപ്പർ എഴുതിയിട്ട് അത് വേറൊരാൾ അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I have no problem. I am happy that okay, somebody else has shown that what I have. So നമ്മളുടെ ഒരു തിങ്കിങ് പ്രോസസ്സിനെ ചേഞ്ച് ചെയ്ത് പോയപ്പോൾ, കാരണം ഓരോ പ്രാവശ്യവും ഒരു കാര്യം ശരിയല്ല, ഒരു തിയറി അല്ലെങ്കിൽ ഒരു മോഡൽ ശരിയല്ല എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ആ മോഡൽ എന്തിനായിരുന്നു? ഒരു കാര്യത്തിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു, നേച്ചറിലെ എന്തെങ്കിലും ഒരു കാര്യത്തിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ. ന്യൂട്ടൺസ് ലോസ് ഉണ്ടാക്കിയിരുന്നത് അത് എങ്ങനെയാണ് പ്രകൃതി വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു മോഡലായിരുന്നു. ക്വാണ്ടം മെക്കാനിക്സ് വന്ന സമയത്ത് ഇറ്റ് ഇസ് പ്രൂവൺ റോങ് ആക്ച്വലി, റൈറ്റ്, കറക്റ്റ്. പക്ഷേ അതുകൊണ്ട് ന്യൂട്ടൺ നമ്മൾ താഴെ കാണുന്നില്ല. ഐൻസ്റ്റൈൻ പറഞ്ഞ മാതിരി ഐൻസ്റ്റൈൻ പറഞ്ഞു, ഐ ഹാവ് സീൻ ഫാർ ബിക്കോസ് ഐ ഹാവ് ഷുഡ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ജയൻസ്. അല്ലെ, സയൻസ് എങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്? ഓരോ ആൾക്കാരും ചെയ്തു കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ തെറ്റായിരിക്കാം, പക്ഷെ ആ തെറ്റെന്നാണ് ഞാൻ പഠിച്ചിട്ട് അത് സ്മൂത്ത്ലി കാണാൻ പറ്റിയത്. സോ ബിക്കോസ് ഓഫ് ദാറ്റ്, ഈവൻ ഇഫ് ഐ ഹാവ് ഡൺ സംതിങ് റോങ്, മൈ തിയറി വാസ് റോങ്, ഐ സ്റ്റിൽ കോൺട്രിബ്യൂട്ടഡ് ടു സയൻസ്. Okay, I'm still happy. അപ്പോൾ നമുക്ക് അങ്ങനെ അതൊരു നമ്മളൊരു ഫിലോസഫി ആയിട്ട് മാറും. നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിലും അങ്ങനെ തന്നെയാവും അല്ലേ. എനിക്ക് കൺവിക്ഷൻ ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ, ഞാനൊരു സോഷ്യൽ വർക്ക് ചെയ്യുമ്പോൾ, ഞാനൊരു വേറെന്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് I have conviction that this is correct. Maybe tomorrow somebody will come and prove it is wrong, but it's okay, I contributed something. നമ്മളൊരു ഫിലോസഫി ആയിട്ട് മാറും, നമ്മുടെ ജീവിതത്തിന് ഒരു ഫിലോസഫി ആയിട്ട് അത് മാറും. So that is something which science teaches. So even wrong ideas has its place. Okay, കാരണം നമ്മളുടെ it teaches us to think differently, different ways of thinking. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടതായത്. സോ ടു കൺക്ലൂഡ്, ഓക്കെ, ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. To conclude, the most general purpose of science, according to me, is to give people three things. One, the ability to distinguish facts from fiction. സാറ് പറഞ്ഞു കഴിഞ്ഞു നേരത്തെ തന്നെ, ഫിക്ഷൻ ഉണ്ട്, ഒരുപാട് ഫിക്ഷൻ ഉണ്ട്, പലതും നമ്മൾ പഠിക്കുന്നത്. ആ ഫിക്ഷൻ വായിച്ചിട്ട് അത് ഫാക്റ്റായിട്ട് എടുക്കാനുള്ള ഒരു ടെൻഡൻസി ഒരുപാട് ആൾക്കാർക്കുണ്ട്. സോ സയൻസ് ടീച്ചേഴ്സ് യു ഹൗ ടു സെപ്പറേറ്റ് ദിസ്, വാട്ട് ഈസ് ഫാക്ട്, വാട്ട് ഈസ് ഫിക്ഷൻ അല്ലേ. അത് ഒന്ന് സയൻസ് പഠിപ്പിച്ചു തരുന്നുണ്ട്. രണ്ടാമതൊരു കാര്യം സയൻസ് പഠിപ്പിച്ചിരുന്നത് നമുക്ക് ഇതെല്ലാം വളരെ ജനറൽ ആണ്. ഇത് നമ്മൾ പ്രൊഫഷണൽ സയൻസ് അല്ല എന്ന് ചോദിക്കുന്നത്, നമ്മൾ വളരെ ജനറൽ ആയിട്ട് നമുക്ക് പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളാണ് ഇത്. വൺ ഫാക്ട്, നമ്മളിപ്പോൾ ഒരു ന്യൂസ് പേപ്പർ വായിച്ചാലും ഒരു വായിച്ചാലും എന്താണ് അതിൻ്റെ ഫാക്ട്,
നമുക്ക് അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും ഏതൊരു ഫാക്ട് കറക്റ്റ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, ഓക്കെ, അത് സയൻസ് തരുന്നു. എബിലിറ്റി ടു മേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ അനാലിസിസ് ഓഫ് ദിസ് ഫാക്ച്വൽ ഇൻഫർമേഷൻ. അതുകൊണ്ടാണ് പല മാനേജ്മെന്റ് ജോലിയിലും ആൾക്കാർ പിന്നെ നമ്മൾ ആളെ എടുക്കുമ്പോൾ സയന്റിഫിക് ട്രെയിനിങ് ഉണ്ടോ എന്ന് നോക്കുന്നത്. കാരണം ഗിവ്സ് യു എൻ എബിലിറ്റി ടു use factual information and analyze it and make decisions. ഇയാൾ പറഞ്ഞുകൊണ്ടോ അയാൾ പറഞ്ഞുകൊണ്ടോ അല്ല നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഐ ഹാവ് മൈ കേപ്പബിലിറ്റി ഓഫ് അനലൈസിങ് സംതിങ്. ഞാൻ നാച്ചുറൽ സയൻസിന് മാത്രമല്ല പറയുന്നത്, ഞാൻ പറയുന്നത് ജനറൽ ആയിട്ട് സയൻസ്, സയന്റിഫിക് മെത്തേഡ്, സയന്റിഫിക് ട്രെയിനിങ്, ഓക്കെ, സയന്റിഫിക് തിങ്കിങ്. ദാറ്റ് ഇസ് വാട്ട് ഐ എം emphasizing here. So that gives you that ability. And lastly, the ability to ask right questions. Right? വളരെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഒരു ട്രെയിനിങ് വന്നാലേ നമുക്ക് അതിന് ശരിക്കുള്ള ഒരു കറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനും അതിനുള്ള ആൻസർ കണ്ടുപിടിക്കാനും നമുക്ക് എന്ത് ക്വസ്റ്റ്യനാണ് ചോദിക്കേണ്ടത്, അതായത് ആൻസറബിൾ ക്വസ്റ്റ്യൻ, റൈറ്റ്, വെരിഫയബിൾ ക്വസ്റ്റ്യൻ, അതായത് falsifiable question. Right? So അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു കഴിവ് തരുന്നത് നമുക്ക് സയന്റിഫിക് ട്രെയിനിങ്ങിലൂടെ. നമ്മൾ ഒരു സയന്റിസ്റ്റ് വന്നിട്ട് ഒരാൾ വന്നിട്ട് എന്നോട്, ഞാനൊരു സയന്റിസ്റ്റ് ആണ്, എന്താ വർക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ വാട്ട് ഈസ് ലൈഫ് ചോദിച്ചാൽ പറഞ്ഞാൽ ഐ നോ ഈസ് നോട്ട് സയന്റിഫിക്കലി ട്രെയിൻ, ഹി ഓർ ഷീ ഈസ് നോട്ട് സയന്റിഫിക്കലി. അതിനെ ബ്രേക്ക് ചെയ്തിട്ട് കമ്പോണൻസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമുക്ക് അതിനുള്ള ആൻസർ കണ്ടെത്താൻ പറ്റുമെങ്കിൽ ആ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള കഴിവ്, എനിക്ക് ലാബോറട്ടറിയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഒരു പെൻ ആൻഡ് പേപ്പർ എടുത്തിട്ട് കാൽക്കുലേഷൻ ചെയ്തിട്ടോ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതാണ് ഒരു സയന്റിഫിക് ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗം. സോ ദീസ് ആർ ദ ത്രീ തിങ്സ് which was most important: ability to distinguish facts from fiction, ability to make decisions based on analysis of factual information, and ability to ask right questions. These are coming from the scientific training. So ഞാൻ ഇത് പറഞ്ഞ് ഇവിടെ നിർത്തുന്നു. നമ്മളിപ്പം വിചാരിക്കും ഒരുപാട് രാജ്യങ്ങളൊക്കെ സയന്റിഫിക്കലി വെരി അഡ്വാൻസ്, എവരിബഡി വിൽ ബി നോയിങ് എ ലോട്ട് ഓഫ് ദിസ് തോട്ട്സ് ആൻഡ് സയന്റിഫിക് മെത്തേഡ്സ് എക്സെട്ര. എനിക്കൊരു സ്ലൈഡ് ഉണ്ടായിരുന്നു, ഇതാണ് ഒരു സ്ലൈഡ് എനിക്ക് ശരിക്കും കാണിച്ചു തരുന്നതായിരുന്നു. അതായത് ഒരു സർവേ നടത്തിയിരിക്കുന്നത് യൂറോപ്പിൽ 2005. 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. All European Union, 25 countries or something they have done. 25 countries, yeah. 25 EU members countries, European Union countries. One question: sun goes around the earth. True or false? Okay. Sun goes around the earth. True or false? 34% of the people said true or I don't know. According to me, I don't know is as bad as the answer is that true. Sun goes around the earth. 34%. Radioactivity is man-made. 41% of the people think it is correct. Radioactivity is man-made. The earliest human lived at the same time as the dinosaurs. Okay. 34% of the people think it is correct. അപ്പോൾ നമ്മളുടെ ഹ്യൂമൻ ഹിസ്റ്ററി, നമ്മളുടെ ഹിസ്റ്ററി ഓഫ് ലൈഫ് ഓൺ എർത്ത്, നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്, ഓക്കെ, നമ്മളുടെ മെറ്റീരിയൽസ് ഓർ സയൻസ്, റിയൽ നാച്ചുറൽ സയൻസ് അണ്ടർസ്റ്റാൻഡിങ്, ഈ യൂറോപ്യൻ നേഷൻസ് 25 യൂറോപ്യൻ നേഷൻസിന് സ്ഥിതി ഇതാണെങ്കിൽ ഇവിടെ ഒരു സർവേ നടത്തി നമ്മുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് ചോദിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നമുക്ക് ഇനിയും സയൻസിനെ ഒരുപാട് അഡ്വാൻസ് ചെയ്യാൻ. ഞാൻ വേറൊരു മീറ്റിങ്ങിൽ റീസെൻ്റ്ലി ഞാൻ ഉണ്ടായിരുന്ന ഒരു പ്ലാനിങ് ഇതിൻ്റെ മീറ്റിങ്ങിൽ സ്റ്റേറ്റ് ലെവൽ, അപ്പം ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വൈസ് ചാൻസലർ പറഞ്ഞു,
കേരളത്തിൽ സോഷ്യൽ സയൻസിൻ്റെയും നാച്ചുറൽ സയൻസിൻ്റെയും സ്റ്റാൻഡേർഡ് വളരെ വ്യത്യാസമുണ്ട്. ഞാൻ കേരളത്തിൽ തന്നെ പഠിച്ച മനുഷ്യനാണ്. വളരെ വ്യത്യാസമുണ്ട് എന്നുള്ളത് ഞാൻ വിചാരിച്ചു ശരിയാണ്. സോഷ്യൽ സയൻസ് ഹിയർ ഇസ് സോ മച്ച് അഡ്വാൻസ്, നാച്ചുറൽ സയൻസ് ഇസ് വെരി മച്ച് ലോ. അതുകൊണ്ട് തന്നെ നാച്ചുറൽ സയൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ തന്നെ ഇതാക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കുറച്ച് മീറ്റിംഗ് അഡ്വാൻസ് ചെയ്ത് എനിക്ക് മനസ്സിലായി അദ്ദേഹം ഉദ്ദേശിച്ചത് അതല്ല. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തോ അദ്ദേഹത്തിൻ്റെ വിചാരം നമ്മളിവിടെ കേരളത്തിലൊക്കെ ആൾക്കാരുടെ നാച്ചുറൽ സയൻസ് ടീച്ചിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് വെരി ഗുഡ്. അതെ എന്നാണ്. എന്നാൽ ഇത്രയും അന്ധവിശ്വാസങ്ങളുള്ള വേറൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ അതായത് പഠിച്ച ആൾക്കാരൊക്കെ അത് ഞാൻ പറയുന്നത് ഇപ്പോൾ ജനറലായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് നമ്മൾ കൺട്രി എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും പഠിപ്പുള്ള ആൾക്കാർ, അതായത് അറ്റ്ലീസ്റ്റ് എഡ്യൂക്കേഷനുള്ള ആൾക്കാർ കേരളത്തിലെ മാറ്റി അത്ര വേറെ എവിടെയും ഉണ്ടാവില്ല. പക്ഷെ പഠിച്ച ആൾക്കാർക്കിടയിൽ, അതായത് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ഇത്രയും അന്ധവിശ്വാസമുള്ള സ്ഥലം നമ്മൾ വേറെ എവിടെയും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഇങ്ങനത്തെ പ്രഭാഷണങ്ങളും അല്ലെങ്കിൽ ഡിസ്കഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിലും വെച്ച് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതും ഡിബേറ്റ് ചെയ്യേണ്ടതും ഒരു ആവശ്യം തന്നെയാണ്. നമ്മൾ കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റിലൊന്നും കിടക്കേണ്ട കാര്യമില്ല. ഫോക്കസ് ഓൺ വാട്ട് ഈസ് സയൻസ്, എങ്ങനെയാണ് സയൻസിനെ പറ്റി ചിന്തിക്കേണ്ടത്, ഓക്കെ, എന്താണെന്നത് ഒന്ന് മാത്രം പഠിച്ചാൽ, അല്ലെങ്കിൽ 2-3 ജനറേഷൻ കഴിഞ്ഞാലെങ്കിലും നമ്മളുടെ ഒരു ജനങ്ങൾക്ക് കൂടുതൽ അറിവുകൾ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഇത്രയും സംസാരിക്കാൻ ഇടം തന്നതിൽ ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമസ്കാരം.